എത്ര ബാത്റൂമും ഇതുപോലെ ഒരു നല്ല അടിപൊളിയായിട്ട് നല്ല പുത്തൻ ടൈൽസ് ആക്കിയിട്ട് നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് ക്ലീൻ ആക്കി എടുത്താലോ. അത് എത്ര ബാത്റൂം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ഒരു 2, 3, 4 ബാത്റൂമൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ പോലും നമുക്കത് അതുപോലെ കുത്തി പിടിച്ച് തേക്കേണ്ടത്. ജസ്റ്റ് അതുപോലെ ഒന്ന് ഉരയ്ക്കുക, വെള്ളം ഒഴിക്കുക, കഴുകിയെടുക്കുക, നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്ത് നോക്കിക്കോട്ടോ. ഇപ്പോൾ ഒരുപാട് ബാത്റൂമോ 3, 4 ബാത്റൂമൊക്കെ ഉള്ള വീട്ടിലമ്മമാർ എന്തായാലും ഇല്ല, രാവിലെ കഴുകാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഉച്ചയായാലും നമ്മുടെയൊക്കെ ബാത്റൂമുകളിൻ്റെ പണിയില്ല, വിത്തിയൊക്കെ തേച്ചാൽ നല്ല നേരം പിടിക്കുമല്ലേ. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേറൊരു റെമഡി കൂടെ ഉണ്ട്. നമുക്ക് ബാത്റൂമിലൊക്കെ നല്ല മണം കിട്ടാനൊക്കെ ആയിട്ട് ഞാനൊരു വേറൊരു ഇത് കൂടെ കാണിച്ചു തരട്ടെ. അപ്പോൾ എന്തായാലും കണ്ടു നോക്കട്ടെ, എന്തായാലും അമ്മമാർക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങളിന്ന് കഴുകി എടുക്കുവാണെങ്കിൽ നമുക്ക് നടുവേദന എടുക്കില്ല, നമുക്ക് കൈവേദന കാലുവേദന ഒന്നും എടുക്കത്തില്ല, നമുക്ക് പെട്ടെന്ന് ബാത്റൂം കഴിയുന്നതിൻ്റെ പണി തരും കേട്ടോ. അപ്പം എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കണേന്ന് പെട്ടെന്ന് കാണിച്ചു തരട്ടെ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ഇതുപോലെ ക്ലോറക്സ് കടയിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. ക്ലോറിൻ്റെ വെള്ളമാണ്. പിന്നെ ഈ ക്ലോറിൻ വെള്ളം നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കിണറിലൊക്കെ ശുചിയാക്കാനായിട്ട് എടുക്കുന്ന ക്ലോറിൻ പൗഡർ വാങ്ങാൻ കിട്ടില്ല, വെളുത്ത പൊടി. അതെല്ലാവർക്കും മനസ്സിലായി വിചാരിക്കണം. അപ്പം അത് നമുക്ക് ഇതുപോലെ എടുക്കാം. അപ്പം ഞാനിത് വെള്ളമാണ് എടുത്തേക്കുന്നത്. നമ്മളൊരു പഴയ ബക്കറ്റിലേക്ക് വെള്ളം എടുക്കാനായിട്ട്. അപ്പം ബക്കറ്റിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കണ്ട. നമ്മൾ ഏറ്റവും പഴയ പന്ന ബക്കറ്റ് ഉണ്ടോ അതിലേക്ക് എടുത്താൽ മതി കേട്ടോ. പുതിയ ബക്കറ്റിലേക്കോ സ്റ്റീൽ ബക്കറ്റിലേക്കോ ഒന്നും ഇതുപോലെ എടുത്ത് ഒഴിക്കരുത് കേട്ടോ. പിന്നെ അത് പഴയ ബക്കറ്റിലേക്ക് ഞാനിപ്പോൾ ഇതുപോലെ 2 ചെറിയ അളക്കി തന്നെ 2 സ്പൂണോളം നമ്മുടെ ക്ലോറിൻ്റെ വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലോറിൻ്റെ പൗഡർ കിട്ടുന്നെങ്കിൽ 2 തവി ക്ലോറിൻ്റെ പൗഡർ ഇട്ടിട്ട് നമ്മളത് ഒന്ന് നന്നായിട്ടൊന്ന് കോല് വെച്ചിട്ട്, കൈ ചേർക്കട്ടെ, കോല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് വെള്ളം കലക്കി വെക്കുക. അതിനുശേഷം നമ്മൾ അപ്പം തന്നെ പോയി ബാത്റൂമിലേക്ക് ഇട്ട് ഒഴിക്കരുത്. ആദ്യമേ തന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചിടുക. പച്ചവെള്ളം ആദ്യമേ ചുമ്മാ വെറും കലക്കാത്ത പച്ചവെള്ളം എടുത്തിട്ട് നമുക്കത് ടൈൽസിൻ്റെ മുകളിലേക്ക് എടുത്ത് ഒഴിച്ചിട്ട് അതിന് പുറമേലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ക്ലോറിൻ്റെ വെള്ളം, ക്ലോറിൻ പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല, ക്ലോറിൻ്റെ വെള്ളമാണെങ്കിലും ഇതുപോലെ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം നമ്മളത് ഒഴിച്ച് വെച്ചിട്ട് 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ സോപ്പ് ലായനിയാണോ സോപ്പിൻ്റെ പൊടിയാണോ എന്താണെങ്കിലും കുഴപ്പമില്ല, 10 മിനിറ്റിന് ശേഷം കേട്ടോ. അതിന് മുൻപ് പോയി ബാത്റൂമിൽ കയറി തലയും കുത്തി ചാടെടുത്തിട്ട് തന്നെ വീഴും. ചെറിയൊരു തെന്നലുണ്ട് നമ്മൾ ക്ലോറിൻ്റെ ഇത് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ. അപ്പം ഞാനിപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഇതുപോലെ ഞാനിപ്പോൾ ഒഴിത്ത് കണ്ടാകും. നല്ല ടൈൽസിൽ ഭയങ്കരമായിട്ട് കരിമ്പ് വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമ്മൾ കരിമ്പരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാ രീതിയിൽ നമ്മൾ ചൂലൊക്കെ വെച്ച് ചെറിയ രീതിയിലൊക്കെ ഇത് ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകത്തില്ലല്ലോ. അപ്പം ഇങ്ങനെ നിങ്ങളത് കഴുകിയെടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും നമ്മുടെ ടൈൽസിൽ കരിമ്പ് നീങ്ങത്തില്ല. ഇതുപോലെ നമ്മളിപ്പം ഈ ടൈൽസിൻ്റെ ഇടയിൽക്കൂടെ ചെറിയ ചെറിയ പ്രാണികൾ, പുഴുക്കളൊക്കെ വരാറുണ്ട് ചില ബാത്റൂമിലൊക്കെ അല്ലേ, പഴുതാരയൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ വരാതിരിക്കാനായിട്ട് ഇതുപോലെ അത് കഴുകിയെടുത്തോട്ടോ. അപ്പം നിങ്ങളുടെ ഇത് നോക്കി ഞാൻ ചെറുതായിട്ടൊന്ന് ഉരച്ചുള്ളൂ. ഇത് കണ്ടില്ല 2 ടൈൽസിൻ്റെ കളർ കണ്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് നമ്മളൊന്ന് ഇതുപോലത്തെ ചെറിയ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കഴുകിയാൽ മതി. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ നമുക്ക് ടൈൽസ് അതുപോലെ കളറായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഈ ഒരു ക്ലോറിൻ്റെ ഇത് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈൽസ് കഴുകിയെന്ന് വെച്ചിട്ട് വേറെ ടൈൽസിന് പ്രോബ്ലം ഒന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 ബാത്റൂമുണ്ട്. അപ്പോൾ ഈ 4 ബാത്റൂം എന്ന് പറയുമ്പോൾ അത് കഴുകിയെടുക്കൽ ഭയങ്കര റിസ്ക്കാണ്. അപ്പം ഞാനിതിങ്ങനെ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഇതിങ്ങനെ എല്ലാ ദിവസവും ചെയ്യണ്ട കേട്ടോ. 2 മാസം കൂടുമ്പോൾ ഇതുപോലെ നിങ്ങളത് കഴുകിയെടുക്കുവാണെങ്കിൽ പെട്ടെന്നൊന്നും കരിമ്പൻ വീഴത്തില്ല. അപ്പം അതുമല്ല ഇടയ്ക്കൂടെ ഒന്നും പഴുതാരൊന്നും കയറത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ബാത്റൂം നിങ്ങൾക്ക് കഴുകിയെടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ആ ഒരു ബാത്റൂമിൻ്റെ കഴുകണതിൻ്റെ പണി തീരും. പിന്നെ ഭിത്തിയിൽ നമുക്ക് കരിമ്പനൊന്നും വരത്തില്ലാത്തതുകൊണ്ട് തന്നെ ഭിത്തി സാധാ രീതിയിൽ തന്നെ നിങ്ങളത് ചുമ്മാ സോപ്പിട്ട് കഴുകിയെടുത്താലും മതി കേട്ടോ. ഭിത്തിയിൽ നിങ്ങൾക്ക് പഴുതാര ഇതൊക്കെ കയറുന്നുണ്ടെങ്കിൽ നിങ്ങളത് സോപ്പിട്ട് കഴുകാൻ നേരത്തെ ഇത്തിരി ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ട് നിങ്ങളത് കഴുകിയെടുക്കുകയാണെങ്കിൽ ടൈൽസ് നല്ല തിളങ്ങി നല്ല ഗ്ലോ ആയിട്ടിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് എല്ലാ ബാത്റൂമും ഇതുപോലെ അങ്ങനെ കഴുകിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ബാത്റൂമിൽ കഴുകുന്നതിൻ്റെ പണി തീരും കേട്ടോ. ഈ ബാത്റൂമിൻ്റെ അകത്തൊക്കെ ബാഡ് സ്മെല്ലൊക്കെ ഉള്ള ബാത്റൂമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബാത്റൂമിൽ നല്ല സ്ഥിരമായിട്ട് വയ്ക്കാനൊക്കെ ആയിട്ട് നല്ല മണം കിട്ടാനൊക്കെ ഒരു ഇതും കൂടെ പറഞ്ഞുതരാം, ടിപ്പ് കൂടെ പറഞ്ഞുതരാം. ഇതിനായിട്ട് നമുക്കൊരു കുഞ്ഞു കുപ്പിയിൽ അതുപോലെ പപ്പട കുത്തിയുടെ കോല് വെച്ചിട്ട് ഒരു 3-4-5 തുള ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കത് ഇതുപോലെ നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീനിലൊക്കെ നമ്മൾ തുണിക്കൊക്കെ മണം കിട്ടുന്ന നമ്മുടെ ഇതുപോലെയുള്ള വെള്ളം ഇത് വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ ഇത് നമുക്ക് കുപ്പിയിലേക്ക് ഒരുപാട് എടുത്ത് ഒഴിക്കണ്ട കേട്ടോ. നമുക്കത് ഇതുപോലെ ഒരു നുള്ളി ഇതുപോലെ എടുത്ത് വയ്ക്കാം. നിങ്ങൾക്ക് വലിയ കുപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ കുപ്പിയിലേക്ക് എടുത്ത് ഒഴിച്ച് വയ്ക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുപ്പിയിലേക്ക് ഇതുപോലെ എടുത്ത് ഒഴിച്ചിട്ട് നമുക്കത് ഇതുപോലെ വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് കുപ്പിയിൽ നിറച്ചിട്ട് നമുക്കത് ബാത്റൂമിലേക്ക് വെറുതെ ഭിത്തിയിൽ നിങ്ങൾക്ക് വയ്ക്കുകയും ചെയ്യാം. അതല്ല ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബാത്റൂമിലൊന്ന് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലൊന്ന് കുഞ്ഞിതായിട്ടൊന്ന് തളിച്ച് കൊടുത്താൽ മതി. ഒരു ദിവസം മൊത്തം ആ ഒരു ബാത്റൂമിൽ ഇതിൻ്റെ മണം നിൽക്കോട്ടെ, വേറെ ബാഡ് സ്മെല്ലൊന്നും വരത്തില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. പല്ലി പാറ്റ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇതിങ്ങനെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വരത്തില്ല. പിന്നെ നിങ്ങൾ ബാത്റൂമിൽ കഴുകുമ്പോൾ ക്ലോറിൻ വെള്ളം കണ്ണിൽ തെറിക്കാതെ നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് ബാത്റൂമിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാത്റൂമിൽ നല്ല മണം കിട്ടുമേ. അപ്പോൾ നല്ലൊരു വീഡിയോ ഉണ്ട് കാണാം. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും റിവിലേക്കായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആരൊക്കെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കില്ല കേട്ടോ.